ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ അടുക്കളയുടെ ജനൽവാതിൽ തുറന്നിടും കേട്ടോ. ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജനൽ തുറന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ടൻ ചായ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചുക്കുവെള്ളം വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കട്ടൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പാൽ ചായ വെച്ചു കേട്ടോ. അപ്പോഴേക്കും ചുക്കുവെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ട ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഒരാളുടെ വിളി കേട്ടത്. ആ ഓ ഓ എന്താ നമ്മുടെ കുട്ടിക്ക് എന്താ വേണ്ട അങ്ങനെ അവനെ ഉറക്കി കിടത്തിട്ടോ. തണുപ്പ് കാരണം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിടണില്ല. അപ്പോൾ ഒരു ബൊമ്മക്കുട്ടീനെയും കൊടുത്ത് ഞാനിങ്ങോട്ട് പോന്നു. ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ചോറ് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഇതാ വെള്ളം തിളച്ചപ്പോൾ അരി കഴുകിയിട്ടിട്ടുണ്ട്. ഇന്നലത്തെ ചോറുള്ളത് ഞാൻ തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ അപ്പോഴേക്കും നല്ല മഴ. അങ്ങനെ ഇഷ്ടമൊക്കെ കടുക് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടില്ല. വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മരം ഉണ്ട് കേട്ടോ. എന്നാലും മടിയാണ് പൊട്ടിക്കാൻ. അങ്ങനെ ഇതാ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ ഇറക്കി വെച്ചു. അപ്പോഴേക്കും ഇച്ചിക്കുട്ടൻ്റെ വെള്ളം ചൂടാറി അവൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി വെച്ചു കേട്ടോ. ഇനി ഇച്ചിക്കുട്ടനുള്ള ദോശയും കൂടി റെഡിയാക്കി വെക്കണം. അപ്പോൾ അവൻ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേപ്പിച്ച് അങ്ങോട്ട് കഴിക്കാൻ കൊടുക്കാമല്ലോ. അപ്പം നെയ്യൊക്കെ ഒഴിച്ച് അവന് ചൂടുള്ള ദോശ റെഡിയാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കാൻ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ അവൻ എന്നെ ഒന്നും കൂടി വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയി. പിന്നെ പോയി വന്നപ്പോൾ കണ്ട കാഴ്ച, ഇച്ചിക്കുട്ടൻ്റെ ദോശ മുഴുവൻ ഒരു പൂച്ച തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ആ ദോശ എടുത്താൽ പൂച്ചയ്ക്ക് തന്നെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഇച്ചുകുട്ടനുള്ളത് റെഡിയായപ്പോൾ ഞങ്ങൾക്കുള്ള ദോശയൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. വേഗം എളുപ്പത്തിൽ പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ കൈയോടെ തന്നെ ഉച്ചയ്ക്കുള്ളതും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങിയും ചേമ്പൊക്കെ ഇട്ടൊരു കറിയും വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ ഇട്ടൊരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കറി ഉപ്പേരിയൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ